UDF-നായി സംസ്ഥാനത്ത് തുടരുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രചാരണം തൃശൂരിലാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. പറയൂ വിഷ്ണു. രാഹുൽ തുടർച്ചയായ രണ്ടാം ദിവസവും UDF-ന് വേണ്ടി പ്രചരണത്തിലേക്ക് എത്തുകയാണ്. ഇന്നലെ എറണാകുളത്തും അതോടൊപ്പം തന്നെ ആലപ്പുഴയിലുമാണ് പ്രചരണത്തിന്റെ ഭാഗമായി രാഹുൽ എത്തിയതെങ്കിൽ ഇന്ന് തൃശ്ശൂരിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രസംഗം അത് ഇടതുപക്ഷത്തിനെ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രസംഗമായിരുന്നു. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ മൂല്യച്യുതി, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി BJP ഡീൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് രാഹുൽ ഉന്നയിച്ചിട്ടുള്ളത്. അതിന് മുഖ്യമന്ത്രി തന്നെ ഇന്നലെ ചില പ്രസംഗങ്ങൾക്കൊക്കെ രാഹുലിന്റെ വാക്കുകൾക്കൊക്കെ മറുപടി നൽകുകയും ചെയ്തു. ഇന്നിപ്പോൾ രാഹുൽ എന്തായിരിക്കും തൃശ്ശൂരിൽ പറയാൻ പോകുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. തൃശ്ശൂര് കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF-ന് കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇത്തവണ ചില മണ്ഡലങ്ങളിൽ വലിയ തിരിച്ചുവരവ് അവർ പ്രതീക്ഷ വെക്കുന്നുണ്ട്. അതിന് കരുത്തു പകർന്നതായിരിക്കും രാഹുൽ ഗാന്ധിയുടെ വരവ് എന്നാണ് തൃശ്ശൂരിലെ UDF പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. അപ്പം മല്ലികാർജ്ജുൻ ഖർഗെയുടെ വരവുണ്ട്. ഇന്ന് ഇടുക്കിയിലാണ് മല്ലികാർജ്ജുൻ ഖർഗെ എത്തുന്നത്. അദ്ദേഹത്തിന്റെ വരവ് ഇടുക്കിയിൽ കഴിഞ്ഞ 20 വർഷമായി UDF കോൺഗ്രസിന് ഒരു സീറ്റില്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് ഇത്തരം നേതാക്കളുടെ വരവൊക്കെ വഴിവെക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ 4 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. അതുകൊണ്ട് പരമാവധി സ്റ്റാർ ക്യാമ്പയിൻസിനെ ഇറക്കി ഇത്തവണത്തെ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനിൽ ഭരണം നേടിയെടുക്കുക എന്നുള്ളതാണ് UDF-ന്റെ പ്രതീക്ഷ. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.